മാലിക് ഈ പടം കണ്ടിട്ട് കുറച്ച് നാളുകളായി. ഞാൻ ഈ റിവ്യൂ ഷൂട്ട് ചെയ്യുന്ന ഈ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാലിക് എന്നുള്ള പടം മൾട്ടിപ്ലക്സുകളിൽ പോലും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. ഇത് പ്രോപ്പർ ടൈമിൽ തന്നെ റിവ്യൂ ഇട്ട് ആളുകളിലേക്ക് എത്തിക്കേണ്ട ഒരു പടമല്ല എന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ് പടം കണ്ടു കഴിഞ്ഞ് ഏകദേശം 6 ദിവസം കഴിഞ്ഞ് ഈ റിവ്യൂ ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. കാര്യം രാജ്കുമാർ റാവു എനിക്ക് വളരെ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ആക്ടറാണ്. പുള്ളി വേഴ്സറ്റൈലാണ്. പുള്ളി ആ ഒരു ഗ്രാമത്തിൽ ആ ഒരു മിഡിൽ ക്ലാസ് ആ രീതിയിലുള്ള ഒരു അഭിനയം മാത്രമല്ല, പുള്ളിക്ക് വേഴ്സറ്റൈലായിട്ട് പുള്ളിക്ക് ഒരു ഗ്യാങ്സ്റ്ററായിട്ട് അഭിനയിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ മാലിക് എന്നുള്ളത് പറയുന്ന സിനിമ. പക്ഷേ രാജ്കുമാർ റാവു മാത്രം നന്നായിട്ട് കാര്യമില്ല. ഈ മാലിക് എന്ന് പറയുന്ന പടത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ബോളിവുഡിൽ നമ്മൾ RGV രാം ഗോപാൽ വർമ്മ പുള്ളിയുടെ പീക്ക് ടൈമിൽ പുള്ളി ചെയ്തു വെച്ച കുറേ പടങ്ങളുണ്ട്. അതൊക്കെ ഒരു ലെജൻഡറി ഫിലിം മേക്കിംഗ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ഗംഭീരമായിട്ടുള്ള കുറേ പടങ്ങൾ പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ മഹേഷ് മഞ്ജരേക്കർ, സഞ്ജയ് ദത്തൊക്കെ ആയിട്ട് വാസ്തവ് പോലുള്ള കുറേ പടങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിന് അങ്ങനെ ഒരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുരാഗ് കശ്യപിന്റെ വകയും കുറേ ഗാങ്സ്റ്റർ മൂവീസ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഗാങ്സ്റ്റർ ജോണർ ആ പടത്തിന് അങ്ങനെയുള്ള പടങ്ങൾക്ക് ഒരു പഞ്ഞമില്ലാത്ത സ്ഥലമാണ് ഈ ബോളിവുഡ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഏതൊക്കെ ഭാഷയിൽ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ഒരു ഗാങ്സ്റ്റർ പടം ഇറങ്ങിയിട്ടുണ്ടോ ആ പടത്തിലുള്ള സകലമാന ക്ലീശയും ഈ പടത്തിലുണ്ട്. അച്ഛനെ ആക്രമിക്കുന്ന ആളെ കൊല്ലുന്ന നായകൻ, അതിന്റെ പേരിൽ ഗുണ്ടയാവുന്നു. ഈ ഗുണ്ടയായിട്ടുള്ള ഈ നായകനെ പൊളിറ്റിക്കൽ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ഒരാൾ, ഈ പൊളിറ്റിക്കൽ സപ്പോർട്ട് കൊടുക്കുന്ന ആ രാഷ്ട്രീയക്കാരനായിട്ട് നായകൻ തെറ്റുന്നു. ഈ രാഷ്ട്രീയക്കാരൻ പിന്നീട് നായകനെതിരെയായിട്ടുള്ള, അതായത് മെയിൻ വില്ലനായിട്ട് മാറുന്നു. അതിനിടയിൽ നായികക്കാണെന്നുണ്ടെങ്കിൽ ഈ നായകൻ ഇതുപോലെ ഗുണ്ടാപ്പണി ഈ സംഭവങ്ങളൊന്നും ചെയ്യുന്നതിനോട് തീരെ താല്പര്യമില്ല. എല്ലാം നിർത്തിയിട്ട് വരണം എന്ന് പറയുന്നു. അങ്ങനെ കല്യാണം കഴിഞ്ഞുകൊണ്ട് ഓൾറെഡി ചിലപ്പോൾ അച്ഛനാവാൻ പോകുന്ന ഒരു സന്തോഷ വാർത്ത നായകൻ അറിയുന്നു. അപ്പോൾ അച്ഛനാവാൻ പോകുന്ന അറിഞ്ഞുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളൊക്കെ നിർത്തി ഞാൻ ഇനി മുതൽ ഡീസൻ്റ് ആയിട്ട് ജീവിക്കാം എന്ന് ഭാര്യയ്ക്ക് വാക്ക് കൊടുക്കുന്ന നായകൻ. അങ്ങനെ പോകുന്ന ഒരു ട്രാജഡി സംഭവിക്കുന്നു. ട്രാജഡി സംഭവിക്കാൻ ഓഫ് കോഴ്സ് പ്രതികാരം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അത്ര നാൾ കൂടെ നിന്ന കൂട്ടുകാരൻ പുറകിൽ നിന്ന് കുത്തുന്നു. ഇതൊക്കെ ഞാൻ ഈ ഓരോ സമയം പറയുമ്പോഴും നിങ്ങൾക്ക് ഒരുപാട് സിനിമകൾ ഓർമ്മ വരുന്നില്ലേ? ഈ സംഭവങ്ങളെല്ലാം തന്നെയാണ് ഈ പടത്തിലും വരുന്നത്. ഒരു മാറ്റവുമില്ല. അതായത് ആദ്യം മുതൽ അവസാനം വരെ സകല ക്ലീശയും ഹോൾസെയിലായിട്ട് വന്നിരിക്കുന്ന പടമാണ് മാലിക്. അതായത് ഒരെണ്ണം പോലും മിസ്സാവില്ല. ഒരു സീൻ കഴിഞ്ഞാൽ അടുത്ത സീനിൽ നായകൻ എന്ത് ഡയലോഗാണ് പറയാൻ പോകുന്നത്, വില്ലൻ എന്ത് ഡയലോഗാണ് പറയാൻ പോകുന്നത് എന്ന് ആദ്യം മുതൽ അവസാനം വരെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലീശ ഗാങ്സ്റ്റർ ഫിലിം ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് മാലിക്. പിന്നെ രാജ്കുമാർ റാവു തനിക്ക് കിട്ടിയ റോള് പറ്റാവുന്ന രീതിയിലൊക്കെ നന്നാക്കാൻ നോക്കിയിട്ടുണ്ട്. പുള്ളിയുടെ ഇന്റൻസിറ്റി ഉള്ള ആ ഒരു കണ്ണുകൾ, ആ സംഭവങ്ങളൊക്കെ പുള്ളി നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട്. പുള്ളിയുടെ ആ ഒരു ബോഡി ലാംഗ്വേജും ആ ഒരു ഫിസിക്കൊക്കെ വെച്ചിട്ട് പുള്ളി ഒരു ഗാങ്സ്റ്റർ എന്നുള്ള രീതിയിൽ പുള്ളി ഡീസൻ്റ് ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ഭാഗത്ത് ഒരു തെറ്റും കാര്യങ്ങളൊന്നുമില്ല. മാനുഷ്യ ചില്ലറാണെങ്കിലും 2 പാട്ട് പിന്നെ മരിക്കാനുള്ള ക്യാരക്ടറാണെന്ന് നമുക്കറിയാം. ഇതെല്ലാ രീതിയിൽ പോകുന്നതാണ്. വില്ലൻ സൗരവ് ശുക്ല ഒന്നും ഒട്ടും എഫക്റ്റീവ് അല്ല. ഇതുപോലത്തെ പടങ്ങളിൽ വരുന്ന ടെംപ്ലേറ്റ് കാരിക്കേച്ചർ വില്ലനാണ്. പ്രത്യേകിച്ച് എടുത്ത് പറയത്തൊക്കെ ഒന്നുമില്ല. ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ഒന്നുമില്ല. ഇത് ഈ സിനിമകൾക്ക് എല്ലാത്തിനും ഒരു മഞ്ഞ ടൈപ്പ് ഒരു കൈൻഡ് ഓഫ് സഞ്ജയ് ഗുപ്ത സിനിമകളിൽ തുടങ്ങിയതാണ്. മുസാഫിറിലൊക്കെ ആ കൈൻഡ് ഓഫ് സിനിമാറ്റോഗ്രാഫി, ആ കൈൻഡ് ഓഫ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ഇത് അതായത് ഒരു രീതിയിലും പുതുമയില്ലാത്ത, പുതുമ എന്നുള്ളൊരു വാക്ക് ഇതിന് അടുത്ത് കൂടി പോകണ്ട. പിന്നെ എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. ആക്ച്വലി ഞാൻ കുറെ കാലങ്ങളായിട്ട് കാണുമെന്ന് ഉറപ്പുള്ള സിനിമകളാണെന്നുണ്ടെങ്കിൽ ഞാൻ ട്രെയിലേഴ്സ് കാണാറില്ല. അല്ലെങ്കിൽ ട്രെയിലർ കാണണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹൈപ്പിലൊക്കെ വരുന്ന ഈ കൂലി പോലുള്ള അങ്ങനെയൊക്കെയുള്ള പടങ്ങളുടെ ട്രെയിലർ ആയിരിക്കും. അതല്ലാതെ ഞാൻ ട്രെയിലറുകൾ മാക്സിമം ഒക്കെ ഞാൻ അവോയ്ഡ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ അവോയ്ഡ് ചെയ്തൊരു പടമായിരുന്നു ഈ മാലിക് എന്ന് പറയുന്നത്. ഒരു പക്ഷേ ട്രെയിലർ കണ്ടിരുന്നെങ്കിൽ ഞാൻ ഈ പടത്തിന് തല വെക്കില്ലായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, തല വെച്ചാലും കുഴപ്പമൊന്നുമില്ല. കാരണം ഇതുപോലുള്ള ചില പടങ്ങൾ ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മൾ ഓക്കെ ഇനി ആ ഒരു കൾട്ട് ലെവലിലോ അല്ലെങ്കിൽ ആ ഒരു ക്രിഞ്ച് പ്രോ മാക്സ് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ എൻജോയ് ചെയ്യാമെന്നുള്ള രീതിയിൽ കാണാം. കാരണം എന്തൊക്കെ പറഞ്ഞാലും സിനിമയല്ലേ, നമുക്ക് സിനിമ ഒരിക്കലും മടുക്കില്ലല്ലോ.